അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനോ പറയാനോ കാണാനോ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതിന്റെ പ്രശ്നങ്ങളുണ്ട്. അവരെ അട്രാക്ട് ചെയ്തു എന്നല്ല പറയാം, ഒരു രീതിയിൽ അത്ര ആൾക്കാർക്ക് വരുമ്പോൾ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സാധനങ്ങളും അവിടെ ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ റിയാലിറ്റി. രാഷ്ട്രീയമാണ്. അവരെപ്പോഴും പറയുന്നത് നരേന്ദ്രമോദി കീ ജയ്. അയാളും പറയുന്നത് എനിക്ക് ഇത് മോദി തന്നതാണ്. മോദി പണ്ട് ചായക്കാരക്കാരായിരുന്നു, ഞാനും ചായ വെച്ച് നാളെ പ്രധാനമന്ത്രിയാവും എന്നുള്ളത് അയാൾ പറയുന്നത്. മകൾക്കൊരു 60+ ഏജ് ഉണ്ടാവും. അമ്മയുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മകള് അമ്മയും കൂട്ടി വന്നതാണ്. ബാക്ടീരിയ അതിപ്പോ നമ്മുടെ തോട്ടിലും പുഴയിലും ഇത് നമ്മുടെ നാട്ടിലെ ഉത്സവം പോലെ അല്ല. മെയിൻ വോട്ടേഴ്സ് ഹൈന്ദവരാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ അവർ ചെയ്യുള്ളൂ. ഇപ്പൊ ഈ വെള്ളത്തിൽ മുങ്ങുമ്പോൾ സ്ത്രീകളുടെ ഡ്രസ്സ് പ്രോപ്പർ ആയിക്കണമെന്നില്ലല്ലോ. പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ ക്രൗഡ് കൂടും. പിന്നെ CK വിനീതിനെ പോലെ എന്താ സംഭവിക്കുന്നത് അന്വേഷിക്കാൻ വരുന്നവരുണ്ട്. അതാണ് പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റി ശ്രദ്ധിക്കേണ്ട കാര്യം. മുമ്പ് ഗംഗാജലം വയലൊഴിച്ചു കൊടുക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞ പോലെ ഞാനും നിങ്ങളെ പോലെ കുംഭമേള എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും അങ്ങോട്ടേക്ക് പോകുന്നതും അല്ലെങ്കിൽ അത് കാണണമെന്ന് ആഗ്രഹിച്ചത്. എന്റെ എക്സ്പീരിയൻസിൽ കുംഭമേള എന്ന് പറയുന്നത് ഭയങ്കര സംഭവമല്ല. കുംഭമേള എന്ന് പറയുന്നത് ഭയങ്കര ആൾക്കൂട്ടമാണ്. ഒരു ഈ പറയുന്ന 40 കോടി 50 കോടി അല്ലെങ്കിൽ അവരെ വടവത് നമ്പേഴ്സ്, ആ നമ്പറിലുള്ള ആൾക്കൂട്ടം മാത്രമാണ് കുംഭമേള എന്നുള്ളത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇഫ് യു ആർ എ ബിലീവർ, നിങ്ങൾ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടാവും. അതായത് ഈ പറയുന്ന അമൃതസാൻ, ഗംഗയിൽ അമൃതുണ്ടാവുന്നു, നിങ്ങൾക്ക് കുളിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവും. അതല്ലാതെ അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനോ പറയാനോ കാണാനോ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ അവിടെ വന്ന് കാണുന്നത് ഈ ആൾക്കൂട്ടമാണ്. എനിക്ക് കുളിക്കാൻ താല്പര്യമില്ല. പ്രത്യേകിച്ച് അത്രയും വൃത്തിയായിട്ട വെള്ളമാണ് അതിൻ്റെ അകത്തുള്ളത്. കുളിച്ചിട്ട് ചൊറി വന്നിട്ട് തിരിച്ചു വരാൻ എനിക്ക് താല്പര്യമില്ല. അപ്പം ഞാൻ കുളിക്കാൻ താല്പര്യമില്ല. അപ്പൊ ഞാൻ ചുറ്റി നടന്ന് കാണുന്നത് ഒരു ഭാഗത്ത് ഈ പറയുന്ന അഖാഡകളും അവിടുത്തെ സന്യാസിമാരും നാഗസന്യാസിമാരും അതിന്റെ ആൾക്കാരും, മറ്റൊരു ഭാഗത്ത് ഇവിടെ കുളിക്കാൻ വന്ന ജനങ്ങൾ, അവരുടെ ജീവിതം, അവർ നിൽക്കുന്ന രീതി, അവർ താമസിക്കുന്നത്, അവരും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരും കൂടിയുണ്ട്. കാരണം ഇവിടെ 10-40 കോടി ആൾക്കാർ ഇവിടെ വരും എന്ന് അറിഞ്ഞിട്ട് അവിടെ ജീവിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. നമ്മളിപ്പോ തെയ്യപ്പറമ്പിലൊക്കെ കാണുന്ന പോലെ പൊരിവിറ്റ് നടക്കുന്ന ആൾക്കാർ, എന്താ പറയാ, അമ്പലപ്പറമ്പിൽ സർക്കസ് കളിക്കുന്ന ആൾക്കാർ, ചെറിയ ചെറിയ ചായക്കടകൾ നടത്തുന്ന ആൾക്കാർ, അങ്ങനെ പലവിധം ആൾക്കാർ ഈ കുംഭമേളയിലുണ്ട്. അതായത് നമ്മൾ ഒരു ആൾക്കൂട്ടം വരുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാർ ഉണ്ടാകുന്നത് പോലെ തന്നെ ഉള്ളതാണ് ഈ കുംഭമേളയിലും. അപ്പം എന്നെ അവിടെ അട്രാക്ട് ചെയ്തതെന്ന് പറയുന്നത് ഈ എന്താ പറയാ, വസ്ത്രം എടുക്കാതെ നടക്കുന്ന നാഗസന്യാസിമാരോ അല്ലെങ്കിൽ ഈ കുളിക്കാൻ വന്ന ആൾക്കാരോ എന്നെ ഒരു രീതിയിലും അട്രാക്ട് ചെയ്തില്ല. പകരം എന്നെ ചെയ്തിട്ടുള്ളത് അവിടെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എന്നെ കൂടുതലും അട്രാക്ട് ചെയ്തത്. കാരണം അവരുടെ അടുത്തേക്ക് പോകാൻ ആൾക്കാർക്ക് മടിയാണ്. കാരണം ഈ പറയുന്ന കുംഭമേളയിൽ ഇത്രയും ആൾക്കാരുള്ളതിന്റെ വൃത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, അവരെവിടെയാണ് കട വെച്ചിരിക്കുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട്, അവർ നിൽക്കുന്നതിന്റെ പ്രശ്നങ്ങളുണ്ട്, അവിടെ വരുന്ന വെള്ളത്തിന്റെ പ്രശ്നങ്ങൾ, അങ്ങനെ പലതുണ്ട്. അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് പല സ്ഥലത്തുനിന്നും തിരിച്ചു വന്ന ആൾക്കാർ, പല സ്ഥലത്തുനിന്നും ഓടി അവിടെ എത്തി ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാർ അവിടെ ബുദ്ധിമുട്ടുന്നത് എന്താ പറയാ, അട്രാക്ട് ചെയ്തു എന്നല്ല പറയാം, ഒരു രീതിയിൽ നമ്മുടെ മൈൻഡിലേക്ക് ആദ്യം വരുന്നത് അതാണ്. കുംഭമേളനെ എടുത്ത് പറയുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ സാഹചര്യങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഒരുക്കി എന്ന് പറഞ്ഞാലും അവിടെ വരുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ അവർ കണക്കൂട്ടിയ ആൾക്കാരിനെക്കാട്ടും എത്രയോ ആൾക്കാർ വരാൻ മാത്രമുള്ള PR വർക്കുകൾ അവർ അതിന്റെ പുറത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം അത്രയും ആൾക്കാർക്ക് വരുമ്പോൾ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സാധനങ്ങളും അവിടെ ഇല്ല എന്നുള്ളതാണ് അവിടുത്തെ റിയാലിറ്റി. പക്ഷേ അറ്റ് ദ സെയിം ടൈം നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ അതിനെ നേരെ എതിർക്കും. എന്റെ അടുത്ത് ഒരു വീഡിയോ ഉണ്ട്, എനിക്ക് തോന്നുന്നു വഡോദരയെന്നോ മറ്റോ വന്ന ഒരു ഫാമിലിയാണ്. അവർ കിടക്കുന്നത് ഈ ഒരു മരത്തിന്റെ ചോട്ടില്, എന്താ പറയാ, ഒരു 10,000 ആൾക്കാരുണ്ടാവും ആ മരത്തിന്റെ ചോട്ടിൽ, ഒരു എന്താ പറയാ, ഒരു ടെന്റിന്റെ അടിയിൽ, ഇതേപോലെ പോലും ഇല്ല, അതിന്റെ അടിയിൽ ഇങ്ങനെ നിലത്ത് വിരിച്ച് കിടക്കുവാണ്. അവരപ്പോഴും പറയുന്നത് എന്താ പറയാ, രാഷ്ട്രീയമാണ്. അവരെപ്പോഴും പറയുന്നത് നരേന്ദ്രമോദി കീ ജയ്, നമ്മുടെ എന്താ പറയാ, യോഗി കീ ജയ് എന്നുള്ളതാണ്. അവർ കിടക്കുന്നത് നിലത്ത്, ഈ പറയുന്ന ഇതിലും മോശമുള്ള ഒരു സിറ്റുവേഷനിൽ അവർ കിടക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടെയല്ലേ കിടക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അല്ല, ഇത് നമുക്ക് തന്നില്ലേ എന്നുള്ളതാണ് അവരുടെ ചോദ്യം. അപ്പൊ ഞങ്ങൾ കേരളത്തിൽ അറിയുന്നത് എന്താ, അവർക്കൊക്കെ കിടക്കാനും താമസിക്കാനും ഭക്ഷണവും മറ്റുള്ള സൗകര്യങ്ങൾ ഒരുക്കി എന്നുള്ളതാണ് അവരെ PR വർക്കിൽ പറയുന്നത്. പക്ഷെ നമ്മൾ നേരെ പോയി കാണുന്നത് നേരെ തിരിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മളെ ഗംഗേന്റെ കരയിൽ അവിടെ പുല്ലിട്ടിട്ടുണ്ട് കുറെ, ആ പുല്ലിന്റെ അതാണ് ആൾക്കാർ കിടക്കുന്നത്. ഇപ്പൊ സ്റ്റാമ്പേഡ് ഉണ്ടായത് അതേപോലത്തെ സിറ്റുവേഷന്റെ പുറത്താണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ അവിടെ കണ്ടതും എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതും ഞാൻ ഈ പറയുന്ന ചിത്രങ്ങളായി പകർത്തി. ഇതൊന്നും ഞാൻ മുന്നേ പ്ലാൻ ചെയ്ത് എനിക്ക് ഇങ്ങനത്തെ എടുക്കണം എന്ന് വിചാരിച്ച് ഞാൻ പോയതല്ല. ഞാൻ അവിടെ പോകുമ്പോൾ കാണുന്നത് അല്ലെങ്കിൽ എന്നെ അട്രാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് താല്പര്യം തോന്നുന്ന സാധനങ്ങൾ അതാണ്. ഇപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ UP ബോർഡർ എത്തുമ്പോൾ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ഈ ചായക്കടയിലും ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവരൊക്കെ പറയുന്നത്, ആ ചായക്കടയിലെ ആൾക്കാരും ഏകദേശം സിറ്റുവേഷൻ ഇതാണ്. അയാൾക്ക് എന്താ പറയുക, ഒരു ഓല മേഞ്ഞത് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്, അത്രയും ചെറുതാണ്. അയാൾക്ക് ചായ കുടിക്കാൻ ആൾക്കാരില്ല, 2-3 ആൾക്കാരേ ഉള്ളൂ. അവർക്ക് ഒരു മാസം 200-300 രൂപ കിട്ടി. അയാളും പറയുന്നത് എനിക്ക് ഇത് മോദി തന്നതാണ്, മോദി പണ്ട് ചായക്കാരക്കാരായിരുന്നു, ഞാനും ചായ വെച്ച് നാളെ പ്രധാനമന്ത്രിയാവും എന്നുള്ളത് അയാൾ പറയുന്നത്. അപ്പൊ ഇതാണ്, അങ്ങനെയാണ് സിറ്റുവേഷൻ. അപ്പം ഞാൻ അയാളുടെ ചിത്രവും എടുത്തിട്ടുണ്ട്. അത് വീഡിയോ ഒന്നുമില്ല എന്റെ കയ്യിൽ കാണിക്കാനോ തെളിവിനോ, ഞാൻ വെറുതെ പറയുന്ന എന്റെ സാക്ഷികളുണ്ട് ഇവിടെ, എന്റെ ഫ്രണ്ട്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് അതിന്റെയൊക്കെ സിറ്റുവേഷൻ. ഇത് കാണുമ്പോൾ നമുക്ക് ചിത്രം പകർത്താൻ തോന്നുന്നു, കാരണം അത് അവരുടെ ലൈഫാണ്. നമ്മളടുത്ത് അവരൊരു കഥ പറയുമ്പോൾ നമുക്കറിയാം ഇതല്ല അവരുടെ റിയാലിറ്റി, അല്ലെങ്കിൽ ഇത് ശരിക്കും സത്യങ്ങൾ പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അവരുടെ ജീവിതം തന്നെ പറയുന്ന ആൾക്കാരുണ്ട്. എന്റെ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു അമ്മമ്മയുടെ ഒരു വീഡിയോ ഉണ്ട്. അവർ വന്നിരിക്കുന്നത് വിശ്വാസത്തിന്റെ പുറത്ത് അവർ വന്നത്. അവരെ മോള്, അവർക്ക് തന്നെ അമ്മമ്മക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു 80+ ഏജ് ഉണ്ടാവും, മകൾക്ക് ഒരു 60+ ഏജ് ഉണ്ടാവും. അമ്മയുടെ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി മകള് അമ്മയും കൂട്ടി വന്നതാണ്.
അങ്ങനെയുള്ള ആൾക്കാരും അവിടെ വരുന്നുണ്ട്. അവരും പറയുന്നത് ഞങ്ങൾ കുറെ നാൾ നടന്നു കഷ്ടപ്പെട്ടു അങ്ങനെ വന്നതാണ്, ഏകദേശം 20 കിലോമീറ്റർ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് വരുന്നത്, അപ്പൊ അത്രയൊക്കെ നടക്കേണ്ടി വന്നു. അവർ അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് വരുന്ന ആൾക്കാരും അവിടെ ഉണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും എനിക്ക് ഇതൊന്ന് പകർത്തി വെക്കണം. മേ ബി ചിലപ്പോൾ ഞാൻ ഈ യാത്ര ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ പല കാര്യങ്ങളും മറന്നു പോകും. പക്ഷേ ഈ ഫോട്ടോ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരും, ഇവരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇവരെ ലൈഫ് ഇങ്ങനെയായിരുന്നു, ഇവരെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് പകർത്തുന്നതാണ് പല ചിത്രങ്ങളും. അതിനൊന്നും ഒരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സാധനങ്ങളും ഞാൻ ചെയ്യാറില്ല. എനിക്ക് കാണുമ്പോൾ അത് പകർത്തണം തോന്നുന്നുണ്ട്. അതേസമയം ചിലത് നമ്മൾ ചെയ്യണ്ട എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളുണ്ട്. അതായത് ചില ലൈഫ് കാണുമ്പോൾ നമുക്ക് എടുത്തു വെക്കണം എന്ന് മനസ്സ് പറയുമെങ്കിലും അത് എടുത്താൽ ഭയങ്കര മോശമായി പോവും, അല്ലെങ്കിൽ അത് കാണിക്കാൻ പാടില്ല എന്നുള്ളത് തോന്നുകൊണ്ട് എടുക്കാത്തതുണ്ട്. അങ്ങനെ എന്റെ അടുത്തുള്ള ചിത്രങ്ങളൊന്നും ഞാൻ പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നതല്ല. എനിക്ക് അവരെ എന്റെ കൂടെ നിർത്തണം എന്ന് തോന്നുമ്പോൾ അത് എടുത്തു വെക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതൊരു ജേർണലിസ്റ്റിക് സ്പിരിറ്റ് കൂടിയാണ്. ഈ CK വിനീത് 2 ആഴ്ച മുമ്പ് ഏഷ്യാനെറ്റിന് കൊടുത്തൊരു ബൈറ്റിൻ്റെ അകത്ത് VIPസിന് സ്പെഷ്യലായിട്ട് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്, VIPസിനാണ് മുൻഗണന എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ VIP കൾച്ചർ ഇവിടെ ഉണ്ട് എന്നാണ് വിനീത് പറയുന്നത് എന്നുള്ള രീതിയിൽ വളച്ചൊടിച്ച് എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളിലും VIP കൾച്ചർ എന്ന് പറയുന്ന വിനീത് പറഞ്ഞു പോഞ്ഞുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം. വിനീത് പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ് കുംഭമേള. വിശ്വാസമില്ലാത്ത വരുന്നതിന് കുഴപ്പമില്ല, അതുപോലെ പറഞ്ഞ എല്ലാവരെയും വെൽക്കം ചെയ്യുന്നുണ്ട്. 140 വർഷം കഴിഞ്ഞ് വരുന്നതാണ്. നമ്മുടെ ഒരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു എത്രമാത്രം ആൾക്കാർ വരും, ആ കാൽക്കുലേഷന് മുകളിലോട്ട് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ എൻ്റെ അറിവിൽ നല്ല ഫെസിലിറ്റീസ് ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഫെസിലിറ്റീസ് എല്ലാവരിലോട്ട് എത്താൻ ബുദ്ധിമുട്ട്, കാരണം ക്രൗഡ് കൂടുതലാണ്. പിന്നെ ജലത്തിലുണ്ടാകുന്ന അണുബാധയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്, ബാക്ടീരിയ. അതിപ്പം നമ്മുടെ തോട്ടിലും പുഴയിലും നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട്ടിലെ കിണറ്റിൽ വരെ വരാറുണ്ട്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. അതിന് നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇവരെ ഗംഗയിൽ വന്ന് കുളിക്കുമ്പം അവിടെ കൂടുതലായിരിക്കും, ഇത്രയും ക്രൗഡ് വരുന്നു. അവിടെ ആൾക്കാർ പലയിടത്തൊക്കെ മല കെട്ട് പോകുന്ന വീഡിയോസൊക്കെ ഞാനും കണ്ടിട്ടുള്ളൂ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ വൈറലായി നിൽക്കുന്നതാണ് ഈ മലവിസർജ്യം ഓപ്പൺ സ്പേസിൽ ചെയ്യുന്നൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിലെ അണുക്കൾ. പക്ഷെ അതൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടി, ഈ വെള്ളം ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയൊക്കെയുള്ള ഫെസിലിറ്റീസ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ സാധിക്കും. ഫിൽറ്റർ ചെയ്യുന്നൊക്കെ ഒരു മെഷീൻ വന്നിങ്ങനെ എടുത്ത് ക്ലിയർ ചെയ്യുന്ന കാണിക്കുന്നുണ്ട്. എന്നാലും വരുവായി. ഇവിടെ വിനീതിനെ സംബന്ധിച്ച് വിനീത് അവിടെ പോയത് പുള്ളി പറയുന്നൊന്നും കാണാനില്ല. ഇത് നമ്മുടെ നാട്ടിലെ ഉത്സവം പോലെ അല്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ നാട്ടിൽ പെരുന്നാളാണെങ്കിലും ഉത്സവമാണെങ്കിലും നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഒരു 3-4 ദിവസം ഒരാഴ്ചത്തോളം ഒരുപാട് ഗെയിം ആക്ടിവിറ്റീസ്, പിന്നെ നമുക്ക് വെടിക്കെട്ടുണ്ട്, ആന എഴുന്നള്ളിക്ക്, പിന്നെ ഈ നമ്മുടെ രൂപങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫറിങ് ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് കാണാനുണ്ട്. ഗാനമേളയുണ്ട്. ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒന്നും കുംഭമേളയിൽ പ്രദർശിപ്പിക്കുകയല്ല. അവിടെ പോയി സ്നാനം ചെയ്യുക എന്നുള്ളതാണല്ലോ അവിടുത്തെ മെയിൻ. കുംഭമേളയിൽ വരുന്നവരെന്താണ്, ആ നദി കുളിച്ച് പുണ്യസ്നാനം നടത്തി പോകുക, അത് അവരുടെ വിശ്വാസം. ഇതിപ്പോൾ അത് കാണാൻ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അത് ക്രൗഡാണ്, ആ ക്രൗഡിൽ എല്ലാവരും വന്ന് ചെയ്തിട്ട് പോകുന്നു. ഒരു ഹൈന്ദവ വിശ്വാസിക്ക് അത് വലുതാണ്. അത് ചിലപ്പോൾ മറ്റു വിശ്വാസികൾക്ക് അത് വലുതാണെന്നില്ല. എനിക്ക് തോന്നുന്നു CK വിനീതിനെ സംബന്ധിച്ചൊരു വിശ്വാസി അതെനിക്ക് തോന്നുന്നു. അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിൽ താല്പര്യം, അദ്ദേഹം പറയുന്നുണ്ട് വിശ്വാസികൾക്ക് അത് വലുതാണ്. പക്ഷെ അവിടെ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. പൂരപ്പറമ്പ് പള്ളിപ്പെരുന്നാളൊന്നും അല്ലല്ലോ അവിടെ. അത് പ്രതീക്ഷിച്ച് പോയാൽ മതി. പിന്നെ ജനങ്ങളുടെ ജീവിതം നോർത്തിലോട്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് ഗാവുകളുണ്ട്. അവിടെ സാധാരണക്കാരായ ഒരുപാട് വിശ്വാസികളായ മനുഷ്യരുണ്ട്. നമ്മുടെ കേരളത്തിലെ ഒരു സെറ്റപ്പ് അല്ല ഈ പറയുന്ന നോർത്ത് സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ. അവരെ ഗാവിൽ ജീവിച്ചു വരുന്നവരാണ്. അവരുടെ ആ ഗാവിൽ നിന്നാണ് അവരിവിടെ വന്ന് സ്നാനം നടത്താൻ വേണ്ടി. അവർക്കത് വലിയൊരു സംഭവമാണ്. കേരളത്തിലെ ഉത്സവങ്ങളും നമ്മുടെ രീതികൾക്ക് എൻ്റെ ഡിഫറൻ്റ് ആണ്. പിന്നെ നരേന്ദ്രമോദിയെ കുറിച്ച് പറഞ്ഞത് എനിക്ക് മനസ്സിലായ നോർത്ത് സൈഡിൽ കൂടുതലും BJP മേൽക്കോയ്മയുള്ള സംസ്ഥാനങ്ങളാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഹൈന്ദവരായിട്ടുള്ളവർക്ക് കൂടുതലും BJPയോട്ടാണ്. മോദി എന്ന് പറയുന്ന ഫാക്ട് പ്രൈം മിനിസ്റ്ററാണ്. നോർത്തിലൊക്കെ മോദി എന്ന് പറയുന്നത് അവർക്ക് വലിയൊരു സംഭവമാണ്. കേരളം അല്ലല്ലോ, വ്യത്യാസമുണ്ട്. നമ്മുടെ നാട് പോലെയല്ല. കേരളം തമിഴ്നാട് എന്നൊക്കെ പോലെ എൻ്റെ ഡിഫറൻ്റ് ആണ്. നോർത്ത് സൈഡിലോട്ട് പോകുമ്പോൾ ഇതും BJPയുടെ കോട്ടയാണ്. പ്രത്യേകിച്ച് അവിടെ മോദി അവർ കാണുന്നത് ദൈവതുല്യനായിട്ടാണ് കാണുന്നത്. അത് അവരുടെ ഇഷ്ടം, കാണുമ്പോൾ കാണാതിരിക്കുന്നുള്ളത്. അവിടെ നോക്കുമ്പോൾ അവർക്കുള്ള സൗകര്യങ്ങൾ, ഗ്യാസ്, കക്കൂസ്, ഇതൊക്കെ അവർക്ക് കിട്ടാൻ തുടങ്ങി, എല്ലാവരിലോട്ട് എത്താൻ തുടങ്ങി മോദി വന്നേ പിന്നെയാണ്. നമുക്കിതൊക്കെ കേരളത്തിൽ പണ്ടേ വേണം. നമുക്കിതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. നമുക്കത് വലിയൊരു പുതുമയല്ല. അവിടെ ഈ നോർത്ത് സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ അതൊരു വലിയ പുതുമയാണ് അവർക്ക്. അവിടെയൊക്കെ ലിവിങ് സ്റ്റാൻഡേർഡ് മാറിയത് മോദി വന്നേ പിന്നെയാണ്. ചിലപ്പോൾ ഒരു പ്രവർത്തകനായിരിക്കും, അവർ ചിലപ്പോൾ ഒരു BJP ഒരു RSSകാരനായിരിക്കും. സ്വാഭാവികമായിട്ടും അപ്പോൾ അവർക്ക് മോദി എന്ന് പറയുമ്പോൾ അവർക്ക് അദ്ദേഹത്തെ അത്രയും ബഹുമാനം കാണും. കേരളത്തിലുള്ളവരുടെ ചിന്താഗതി അല്ല നോർത്ത് സൈഡിലോട്ട് പോകുമ്പോൾ. നോർത്ത് സൈഡിലോട്ടൊക്കെ പോകുമ്പോൾ നരേന്ദ്രമോദി ഫാക്ട് കണ്ടമാനമുണ്ട്. അതുകൊണ്ടാണല്ലോ BJP ഇന്ത്യ ഭരിക്കുന്നത്.
പൊളിറ്റിക്സ് ആണെങ്കിലും സിനിമയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഈ PR എന്ന് പറഞ്ഞ വർക്ക് എല്ലാവരും ചെയ്യുന്നുണ്ട്. PR വർക്ക് ചെയ്ത അത്ര ആളുകൾ പോകുന്നത് ശരിയാണ്. നമ്മുടെ ഒരു ഉത്സവം വന്നാൽ പോലും നമ്മളെ നോട്ടീസ് അടിച്ചിറക്കുന്നില്ലേ, അതൊരു PR വർക്കല്ലേ. പത്രത്തിൽ കൊടുക്കുക, പത്രത്തിൻ്റെ ഒരു ഫുൾ പേജ് നിറയെ ഇന്ന സ്ഥലത്തെ ഉത്സവം അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് പെരുന്നാൾ, അതൊരു PR അല്ലേ. അതുപോലെ നമ്മൾ എല്ലാ സ്ഥലത്തും ഈ പെരുന്നാളിൻ്റെ ഡീറ്റെയിൽസ് എഴുതി ഒട്ടിക്കുന്നത്, അല്ലെ ഉത്സവത്തിൻ്റെ കാര്യങ്ങൾ എഴുതി ഒട്ടിക്കുന്നത്, പോസ്റ്റലിലും വരുന്നത്, ഇതൊക്കെ ഒരു PR വർക്കുകളാണ്. കുംഭമേളയുടെ ഹെവി PR ആയിരുന്നു. നമുക്ക് 140 വർഷം കൂടുമ്പം സംഭവിക്കുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് ഈ പറഞ്ഞ മഹാകുംഭമേളയെ വിശ്വാസികൾ കാണുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഹൈന്ദവരാണ് കൂടുതൽ. ഇന്ത്യയുടെ കേന്ദ്ര ഭരണത്തിൽ ഇരിക്കുന്നത് BJP ആണ്. സ്വാഭാവികമായിട്ട് BJPയുടെ പ്രവർത്തനങ്ങൾ ഹൈന്ദവതയ്ക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തേ ചെയ്യുള്ളൂ. അവരുടെ വിശ്വാസം അല്ല, അവരുടെ മെയിൻ വോട്ടേഴ്സ് ഹൈന്ദവരാണ്. സ്വാഭാവികമായിട്ട് അങ്ങനെ അവർ ചെയ്യുള്ളൂ. അതിൻ്റെ അവരെ കുറ്റം വന്നിട്ട് കാര്യമില്ല. കേരളത്തിൻ്റെ ഒരു സെറ്റപ്പ് അല്ലല്ലോ. നമ്മൾ അങ്ങോട്ട് നേരത്തിലോട്ടൊക്കെ പോകുമ്പോൾ എൻ്റയർലി ഡിഫറെൻ്റ് ആണല്ലോ. വിനീത് പറഞ്ഞ രീതി അത് കേരളത്തിലുള്ള വിശ്വാസികളായ ആളുകൾക്ക് ഭയങ്കര എതിർപ്പ് വന്നു. അവർ വിമർശിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ വിമർശനം. വിനീതിൻ്റെ ഭയങ്കരമായിട്ട് വിമർശിക്കുകയും ചിലർ തെറിവായ പറയുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലോട്ട് വരുമ്പോൾ വിമർശനത്തിന് ലെവൽ കുറയും, യൂട്യൂബിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ കുറയും. ഫേസ്ബുക്കിലെ വിമർശനമാണ് അസഹനീയം. എനിക്കൊന്ന് പുള്ളിയാണ്ട് ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു, എന്തോ ഒരു തെയ്യത്തിൻ്റെ. ആ പോസ്റ്റിൻ്റെ അന്ന് കെവിനൊക്കെ ഒരു പബ്ലിക് പേഴ്സണാണ്, സ്പോർട്സ്മാനാണ്. പുള്ളി അഭിപ്രായം പറയാൻ പോകേണ്ട പോലും ആവശ്യമില്ല. അവിടെ കുളിച്ചുകൊണ്ടിരുന്ന പല സ്ത്രീകളുടെയും ഫോട്ടോസ് എടുത്ത് അത് വിൽപ്പന നടത്തുന്നൊരു വിഭാഗം, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സേഫ്റ്റി ആസ്പെക്ട് നോക്കുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അവരെ പിടിക്കുകയും അതിന് കമന്റ് ഇട്ടവരെ പിടിക്കുകയും ചെയ്തു. ഒക്കെ വിദേശികൾ വരുന്നുണ്ട്. ഈ വെള്ളത്തിൽ മുങ്ങുമ്പോൾ സ്ത്രീകളുടെ ഒന്നും ഡ്രസ്സ് പ്രോപ്പർ ആയിക്കണമെന്നില്ലല്ലോ. കുളിക്കാൻ വരുന്നിടത്തൊക്കെ ക്യാമറ വെച്ചുകൊണ്ട് അതും പബ്ലിക് സ്പേസ് എന്നൊക്കെ പറയുമ്പോൾ ആരും നിരീക്ഷിക്കുന്നത് വളരെ മോശമാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു മർഡർ കണ്ടു നടന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ അവരുടെ ഭാര്യയെ അവിടെ കൊണ്ടുവന്ന് കൊലപ്പെടുത്തിയിട്ട് മക്കൾ വിളിച്ചപ്പോൾ എന്തോ അങ്ങനത്തെ ഒരു വാർത്ത ഞാൻ കേട്ടിരുന്നു. ക്രൗഡ് കൂടിയിട്ട് അവർക്ക് പോകാൻ ട്രെയിൻ വരാന്നിട്ട് AC കമ്പാർട്ട്മെൻറ്റൊക്കെ ഇടിച്ച് കയറുവാണ്, ഗ്ലാസ്സൊക്കെ ഇടിച്ച് പൊളിച്ച് കണ്ടാളുടെ പൊടിയാവും. അങ്ങനെയുള്ള കാരണം ഗാവിൽ നിന്നൊക്കെ വന്ന ലോക്കലായിട്ടുള്ള ആൾക്കാർ അവർക്കൊരു ഒന്നാമത് വിദ്യാഭ്യാസം ഇല്ല. അവർക്ക് ഭക്തത മാത്രമേ ഉള്ളൂ, വരുന്നു പോകുന്നു. അവർ വേറെ ഒന്നും ഭക്തിയിൽ മാത്രം ജീവിക്കുന്ന ഒരു വിഭാഗം ചേർന്നതാണ്. അവർ പോകുന്നു അടിച്ച് പൊളിച്ച് എല്ലാം കയറി ട്രെയിനെ കാണാം. കാരണം കുറച്ച് ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോകുന്ന വീഡിയോ കണ്ടായിരുന്നു. കഴിഞ്ഞിടയ്ക്ക് ട്രെയിൻ റെയിൽവേ സ്റ്റേഷൻ ആക്സിഡന്റ് ഡൽഹി നിങ്ങൾ ഓർക്കുന്നില്ലേ? ക്രൗഡ് കൂടിയിട്ട് പ്ലാറ്റ്ഫോം ചേഞ്ച് ചെയ്തപ്പം ആൾക്കാർ എന്തുമാത്രം പേര് മരണപ്പെട്ടു. ഇങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ 140 വർഷം കൂടുമ്പോഴുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് നമുക്ക് ഇപ്പം ഈ കണ്ടക്ട് ചെയ്യുന്നവർക്ക് ഇത്ര പരിചിതമല്ല. അന്ന് കണ്ടക്ട് ചെയ്ത് ആരും ഇവിടെ ജീവിച്ചിരുന്നില്ല. പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ ക്രൗഡ് കൂടിയപ്പോൾ എൻ്റെ കാര്യം നമുക്കത് കൺട്രോൾ ചെയ്യാൻ നമ്മുടെ മിനിസ്റ്റർക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ആൾക്കാർ മരണപ്പെടുകയോ ജനം ഇങ്ങനെ ഒടുക്കുക. നമ്മുടെ സാധാരണ പെരുന്നാളിനോ നമ്മൾ കാണുന്ന ഉത്സവത്തിനോ കാണുന്ന പോലെയല്ല ആ ഒരു ക്രൗഡ്. നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. കോടിക്കണക്കിന് ആൾ ഒരു സാഗരം പോലെ ഒഴുകി പോവാണ്. അതിൻ്റെ അകത്ത് അഘോരികളുണ്ട്, നാഗസന്യാസിമാരുണ്ട്, സാധാരണ സന്യാസിമാരുണ്ട്, കച്ചവടക്കാരുണ്ട്, ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, യൂട്യൂബേഴ്സ് വീഡിയോ എടുക്കുന്ന ആൾക്കാരുണ്ട്, അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്തുന്നവരുണ്ട്, പിന്നെ CK വിനീതിനെ പോലെ എന്താ സംഭവിക്കുന്നത് അന്വേഷിക്കാൻ വരുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു വിശ്വാസം സംബന്ധിച്ചൊരു വലുതാണ്. നിങ്ങളൊരു സ്ഥലത്ത് പോകുമ്പോൾ ആദ്യം പരിശോധിക്കേണ്ട ഒരു കാര്യം അവിടെ എന്താണ് നടക്കുന്നത്, അവിടെ എനിക്ക് പോയി എന്താ കാണാൻ പറ്റുന്നുള്ളത് ആദ്യം ഒരു വ്യക്തത വരുത്തുക. വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ കയറി ചെന്നിട്ട് ഇവിടെ ചിക്കൻ ഇല്ല, ഇവിടെ മട്ടൺ ഇല്ല എന്ന് പറഞ്ഞ് റിവ്യൂ ഇട്ടാനുള്ള അവസ്ഥ എന്താ? അതായത് നമ്മൾ എവിടെ ചെല്ലുന്നോ അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം പഠിക്കുക. അവിടെ എന്തൊക്കെയാണ് ഇതിപ്പം ഇദ്ദേഹം വൈറലാവുകയും ചെയ്തു. എവിടെ എന്ത് പറയണം, എങ്ങനെ പറയണം, ആരോട് പറയണം, എന്തിനു പറയണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അടിസ്ഥാനപരമായ ഒരു ബോധം വേണം. നമ്മളല്ലാതെ അതും ഇതും എല്ലായിടത്തും പറയാൻ ശ്രമിക്കില്ല. അതാണ് പ്രത്യേകിച്ച് ഒരു സെലിബ്രിറ്റി ശ്രദ്ധിക്കേണ്ട കാര്യം. സാധാരണക്കാരാണ് സെലിബ്രേറ്റ്. കാരണം ഒരു സെലിബ്രിറ്റി പറയുമ്പം അത് വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് പറയുന്ന കാര്യത്തിൽ നല്ല വ്യക്തതയും കൃത്യതയും വേണം. എന്നുണ്ടെങ്കിൽ എപ്പോഴാണ് എയറിലോട്ട് കയറുന്നത് പറയാൻ പറ്റില്ല. പണ്ട് പോലെ ഗംഗയിലൊക്കെ വിശ്വാസികൾ ചെല്ലുകയും അവിടെ കുളിക്കുകയും അല്ലെ അവിടെ വെള്ളം കുടിക്കുകയും മരിക്കുന്നതിന് മുമ്പ് ഗംഗാജലം വയലൊഴിച്ചു കൊടുക്കുന്നത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. ഓരോ സ്റ്റേറ്റിന് അല്ലെ ഓരോ സ്ഥലങ്ങൾക്ക് ഓരോ മതങ്ങൾക്ക് ഓരോ വിശ്വാസങ്ങളും ഓരോ ആചാരങ്ങളൊക്കെ കാണും. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കുക, നമുക്ക് താല്പര്യമില്ലേ പങ്കെടുക്കാതിരിക്കുക. ഇഷ്ടമാണെങ്കിൽ പോയി നൈസായിട്ട് മാറി എന്ന് കാണുക, വീഡിയോസൊക്കെ പറത്ത് പോരുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.